യൂട്യൂബ് വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം അത് വെറും എന്റർടൈൻമെന്റിന് ഉള്ള ആപ്ലിക്കേഷൻ അല്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നത് എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്യാനോ, എഡ്യൂക്കേഷൻ സംബന്ധമായ വീഡിയോകൾ കാണുവാനോ, ന്യൂസ് അപ്ഡേറ്റ്സ് ലഭിക്കുവാനോ ആകാം. എന്നാൽ യൂട്യൂബ് തുറന്ന് ഹോം പേജിൽ നിന്ന് സെർച്ച് വരെ എത്താൻ പലപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല. മുൻപിൽ ഹോം പേജിൽ വന്ന് കിടക്കുന്ന ഷോർട്ട് വീഡിയോകളിൽ ഒന്ന് നിങ്ങളെ ആകർഷിക്കുകയും അത് കണ്ടിട്ട് പോകാമെന്ന് കരുതുകയും ചെയ്യും. അനുഭവമുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. 1 മിനിറ്റ് കൊണ്ട് നിർത്താമെന്ന് കരുതി കാണുന്ന ഷോർട്സ് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പോയി മണിക്കൂറുകൾ പോകുന്നത് അറിയില്ല. അവസാനം വന്ന കാര്യം മറന്നു പോവുകയും നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടമാവുകയും ചെയ്യും. ഷോർട്സ് കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആനന്ദമാണെങ്കിലും അതുമൂലം നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ പെൻഡിങ് ആവുകയും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളിൽ അതൃപ്തി ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം യൂട്യൂബിൽ തന്നെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫീച്ചർ നിങ്ങളുമായി പങ്കുവയ്ക്കും. ലോകത്തെ ജനസംഖ്യയുടെ 2/3 ജനങ്ങളും ഇന്ന് സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്നവരാണ്. ശരാശരി കണക്ക് വെച്ച് ദിവസവും 2.5 മണിക്കൂർ ഓരോരുത്തരും സാമൂഹ്യ മാധ്യമത്തിൽ ചെലവഴിക്കുന്നുണ്ട്. ദിവസവും ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ പോലും 2 മണിക്കൂർ വരെ സാമൂഹ്യ മാധ്യമത്തിൽ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ റിട്ടയർ ആയവരും വീടുകളിൽ ഇരിക്കുന്നവരും ദിവസം 4 മണിക്കൂർ എങ്കിലും സാമൂഹ്യ മാധ്യമത്തിൽ സമയം ചെലവഴിക്കുന്നവരാണ്. അപ്പോൾ തന്നെ 25 വയസ്സിന് താഴെയുള്ളവരാണ് ഏറ്റവും അധികം സമയം, അതായത് 6 മണിക്കൂറെങ്കിലും ദിവസവും സാമൂഹ്യ മാധ്യമത്തിൽ ചെലവഴിക്കുന്നത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ് എന്ന ക്രമത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ എൻഗേജ്മെന്റ് അനുപാതം വരുന്നത്. ഏതായാലും നിങ്ങൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് യൂട്യൂബിലാണ്. അതുകൊണ്ട് യൂട്യൂബിനെ കുറിച്ച് തന്നെ പറയാം. 2026 യൂട്യൂബിൽ ആളുകൾ സമയം ചെലവഴിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കിന്റെ ഇരട്ടിയിലധികമാണ്. ഇതിന് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ യൂട്യൂബിൽ ഷോർട്സ് എന്ന ഫീച്ചർ കൂടി ഉൾപ്പെടുത്തിയതാണ് എന്ന് കണക്കുകൾ പറയുന്നു. യൂട്യൂബ് കാണുന്ന ആളുകൾ ഇന്ന് 90% സമയവും ചെലവഴിക്കുന്നത് ഷോർട്ട് വീഡിയോസ് കാണാനാണ്. വെറും 30 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഷോർട്ട് വീഡിയോ ഒന്നിന് പിന്നാലെ മറ്റൊന്ന് കണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞു പോകുന്നത് ആളുകൾ അറിയുന്നില്ല. ഒരു ഷോർട്സ് കണ്ടു തീരുമ്പോൾ അടുത്തതുകൂടി കണ്ടിട്ട് നിർത്താമെന്ന് കരുതും. എന്നാൽ അത് കഴിയുമ്പോൾ തനിയെ അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്യും. ശരിക്കും ഷോർട്ട് വീഡിയോസ് ടൈം പാസിനായി മാത്രം ഉള്ളതാണ്. നല്ലൊരു കണ്ടന്റ് അതിൽ നിന്ന് കിട്ടുകയില്ല. യൂട്യൂബിൽ ഒരുപാട് സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കുവാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോസിന്റെ സജഷൻസ് ഓഫ് ചെയ്യാനുള്ള മാർഗമുണ്ട്. അതിനായി യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം യു എന്ന് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സെറ്റിംഗ്സിന്റെ ഐക്കൺ ഓപ്പൺ ചെയ്യുക. അവിടെയുള്ള ലിസ്റ്റിൽ ടൈം മാനേജ്മെന്റ് എന്ന ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവസാനമായി ഷോർട്ട് ഫീഡ്സ് ലിമിറ്റ് എന്ന ടാബ് കാണാം. അത് ഓപ്പൺ ചെയ്ത ശേഷം 0 മിനിറ്റ് എന്നത് സെലക്ട് ചെയ്യുക. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം പേജിൽ ഷോർട്ട് വീഡിയോകളുടെ സജഷൻ പിന്നെ ഉണ്ടാകുകയില്ല. തിരികെ പോകുമ്പോൾ ഈ ടൈം മാനേജ്മെന്റ് എന്ന വിൻഡോയിൽ തന്നെ നിങ്ങൾ ഓരോ ദിവസവും യൂട്യൂബ് ഉപയോഗിച്ചത് എത്ര സമയമാണെന്ന് കാണുവാൻ കഴിയും. അത് കാണുമ്പോൾ നിങ്ങൾ ഒന്നും ഞെട്ടാതെ ഇരിക്കില്ല. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.